ഗെയ്സ്, ഇന്ത്യയുടെ അടുത്ത മത്സരം വീണ്ടും തജിക്കിസ്ഥാനെതിരെ കളിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ മത്സരം 3-1 പരാജയപ്പെട്ടു. നമ്മൾ ആ മത്സരത്തെ പറ്റി സംസാരിച്ചിരുന്നു. ഒരു ശിലായുഗ ഫുട്ബോൾ കളിച്ച് നമ്മൾ പരാജയപ്പെട്ടു. എന്തുകൊണ്ട് അതിന് ശിലായുഗ ഫുട്ബോൾ എന്നൊക്കെ പറയാൻ കാരണമായി എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ടീം സെലക്ഷൻ, അതുവഴി വരുന്ന ഒരു ടീമിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് സത്യം പറഞ്ഞാൽ ഈ റിസൾട്ടൊക്കെ നോക്കിയിട്ടാണ് ഇന്ത്യൻ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടി നിർത്തിപ്പോയതിനെ. അതല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് തരുന്ന ഫാക്ടർ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ഒരു മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ഫുട്ബോൾ പോകുന്നത്. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് AFFൻ്റെ ഭാഗത്തല്ലേ പ്രശ്നം. സത്യമാണ്, AFFും കല്യാൺ ജോബ് ഇങ്ങനെയൊക്കെയുള്ള പല ആളുകളും ഇതിനകത്തൊരു പ്രശ്നക്കാർ തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞ് എല്ലാ ബ്ലെയിമും അവിടെയൊക്കെ എടുക്കാതെ. ഇപ്പോൾ ഒരു മത്സരം വരുമ്പോഴത്തേക്കും ആ മത്സരത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ അവരാണ് ഏറ്റവും വലിയ കൾപ്രിറ്റ്സ്. പക്ഷേ ഈ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും പല സെലക്ഷൻസിൻ്റെ കാര്യത്തിലും, സ്ക്വാഡ് സെലക്ഷൻ്റെ കാര്യത്തിൽ, ചില പ്രത്യേക പൊസിഷൻസിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വിഷയങ്ങൾ ഉറപ്പായിട്ടും സംസാരിക്കേണ്ടതാണല്ലോ. എനിവേ, നമ്മൾ ഈ ഒരു മത്സരത്തിലൊരു മാച്ച് പ്രിവ്യൂ എന്ന കണക്ക് സംസാരിക്കുന്നതിനേക്കാൾ ഈ മത്സരത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. എനിവേ, കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തോടു കൂടി ഇന്ത്യയുടെ ഫിഫ റാങ്കിങ്ങിൽ ഒരു 3 റാങ്ക് താഴോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അറിയാം, ഈ പറഞ്ഞ പല പൊസിഷൻസിലും പ്ലേയേഴ്സ് അവൈലബിൾ അല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് യൂണിറ്റി കപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നികത്തി പോകേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത് വിനിയോഗിച്ചിട്ടില്ല. അതിപ്പം കോച്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സെലക്ഷൻ പ്രശ്നങ്ങളാണോ, അതോ AFF അതിന് മുതിരാത്തതാണോ, ഇങ്ങനെയൊക്കെയുള്ള പല അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള പ്രശ്നങ്ങളും സ്റ്റില്ലുണ്ട്. എനിവേ, ആദ്യത്തെ തജിക്കിസ്ഥാൻ മത്സരത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചേഞ്ചസ് ഉറപ്പായിട്ടും, ഇപ്പം ഓരോ പ്ലേയേഴ്സിൻ്റെയും പേര് പറയുകയാണെങ്കിൽ, അങ്ങനെ പറയാറില്ലെങ്കിൽ ഞാൻ പറയും. ഇപ്പം ബേക്കെ, അദ്ദേഹത്തിൻ്റെ നീയിൽ ഒരു ഇതിട്ടിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടി എന്തിനാണ്? ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഫ്യൂച്ചറിലേക്ക് ക്വാളിഫയേഴ്സിലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന താരങ്ങളെയാണ് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് ഓരോ മാച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിനും റിസൾട്ട് ഉണ്ടാക്കാണ്ട് പോകേണ്ട കാര്യമില്ല. അവിടെ വെക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു ഫാക്ടറാണ് നിലവിലുള്ളത് എന്ന് പറയുന്നതാണ്. അതുപോലെ നിഖിൽ പൂജാരിയുടെ കേസാണെങ്കിലും പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹം നടത്തിയ പെർഫോമൻസും അത് ഞാൻ ഒരു മിഡ് ലെവൽ എന്ന് പറയാം. പക്ഷേ ജീക്സൺ സിംഗ് ഒക്കെ ആണെങ്കിൽ, സത്യം പറഞ്ഞാൽ ജീക്സൺ സിംഗിൻ്റെ പെർഫോമൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന് ഒരു സ്കാനിങ് കേപ്പബിലിറ്റി ഉള്ളൂ. പക്ഷേ അദ്ദേഹം ബോൾ കിട്ടിക്കഴിഞ്ഞാണ് നിങ്ങൾ ഒരു 2 റൗണ്ട് അദ്ദേഹം വലയം വെക്കും. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ ഫുട്ബോൾ പോസിബിൾ അല്ല. ചിലപ്പോൾ ISL കളിക്കുമ്പോഴത്തേക്ക് അതിനുള്ള ടൈമും സ്പേസും ഒക്കെ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ ഫറൂഖ് ചൗധരി ഈ ഒരു ഫ്രീ കിക്ക് ഗോൾ അടിച്ചതിൻ്റെ പേരിൽ ഇനിയിപ്പം എത്ര നാളത്തെ കളിപ്പിക്കും എന്നുള്ളത് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോളല്ലാതെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും നമുക്കൊന്ന് വിലയിരുത്തി നോക്കിക്കാണ്ട കാര്യം തന്നെയാണ്. എനിവേ, ഞാൻ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു 11 എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹിക്കുന്ന 11 എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. കാരണം ഇത് ഫ്രണ്ട്ലീസാണ്. നമുക്കിത് ക്വാളിഫയേഴ്സ് എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആരാണ് കേപ്പബിൾ എന്ന് പറയുന്നൊരു കാര്യം ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അത് കഴിഞ്ഞ മത്സരത്തിലെ 80 മിനിറ്റിന് ശേഷം നമ്മൾ മുമ്പ് 8 മാസങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഖാലിദ് ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് അറ്റ്ലീസ്റ്റ് ഒരു 90 മിനിറ്റ്സെങ്കിലും പല പ്ലേയേഴ്സിനും കൊടുക്കേണ്ട ഒരു ഫാക്ടറാണ്. അപ്പം ഗോൾ കീപ്പർ എന്ന നിലയിൽ ഋത്തിക് തിവാരിയെ കളിപ്പിക്കണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ മാച്ചസിലൊന്നും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല. ഒരു മത്സരമെങ്കിലും കളിക്കാനുള്ളൊരു അവസരം അവിടെ ഉണ്ടാകണമെന്നുള്ളതാണ്. ഗുർപ്രീതൊക്കെ പ്രൂവ്ഡാണ്. അപ്പോൾ ഇനി അടുത്ത ജനറേഷൻ പ്ലേയേഴ്സിനാണ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിൽ പരംവീർ ആൻഡ് ബിജോയ് അവർ മിസ്റ്റേക്സ് കാണിച്ചേക്കാം. ഇപ്പം ലാസ്റ്റ് മാച്ചിലും സെൻറ്റർ ബാക്സിലും മിസ്റ്റേക്ക്. പക്ഷേ ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ഇങ്ങനത്തെ ഫ്രണ്ട്ലീസിൽ കിട്ടി വരുമ്പോഴത്തേക്കും അല്ലേ നമുക്ക് ക്വാളിഫയേഴ്സ് കോമ്പറ്റേറ്റീവ് മാച്ചസിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിഖിൽ ബർള ആണെങ്കിലും ലെഫ്റ്റ് ബാക്കിൽ ആകാശ് മിശ്ര, ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ്. ഉള്ള ഓപ്ഷൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ റിക്കി ഷബോങ്ങാങ്, മക്കാർത്തൻ എന്നീ പേരുകളാണ് ഞാൻ പറയുക. അതുപോലെ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിൽ ചാങ്ഡെ കളിപ്പിച്ചിട്ട് ഒരു റൈറ്റ് വിങ് റോളിൽ വിക്രം പ്രതാപിനെയും, ലെഫ്റ്റ് വിങ്ങിൽ സനാനെയും, ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലേക്ക് വരുന്ന സമയത്ത് എഡ്മണ്ടിനെയും കളിപ്പിക്കുക. സെക്കൻഡ് ഹാഫിൽ പാർദിബ്, റഹീം അലി, അങ്ങനെ നൗഫൽ തുടങ്ങിയിട്ടുള്ള താരങ്ങളെയൊക്കെ വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കും പോകാം എന്ന് പറയുന്നൊരു കാര്യമാണ് ഉള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത മാച്ചിലെങ്കിലും പറഞ്ഞൊരു പോസിറ്റീവായിട്ടുള്ള 11 പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും